സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്ന സർപ്രൈസ് ട്രാവലാണ്. നമ്മളിന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്ന ദേറയിലുള്ള ഒരു ഫിഷ് മാർക്കറ്റിലാണ്. അടിപൊളിയുള്ള ഫിഷ് മാർക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് കാണാത്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അടിപൊളിയുള്ള ഫിഷ് മാർക്കറ്റിലാണ്. പോകുമ്പോ അനിയനും ഹസ്ബൻഡും കുഞ്ഞും ഒക്കെ ആയിട്ടാ പോണേ. അപ്പൊ എല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് വരാം. ഒരു 1/2 കിലോ മത്തിയും ഒരു ഇച്ചിരി നത്തോലിയൊക്കെ മേടിക്കാം അല്ലേ, ഒരു കപ്പയിട്ടൊക്കെ വെച്ചിട്ട്. അപ്പോ ഞങ്ങള് ഒരു മാളിന്റെ ഫ്രണ്ടിലെത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കണ്ട ഒരു മാളായിട്ട് തോന്നുമായിരിക്കും അല്ലേ കണ്ടിട്ട്. നോക്കി, ഇത് മാളല്ല, പക്ഷെ ആക്ച്വലി ഒരു വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ആണ്. നമ്മുടെ ദേര ദുബായിലുള്ള ഇതാണ് ഫിഷ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റ് കണ്ടോ? നമുക്ക് കയറാൻ ഭാഗത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. അല്ല, ഇതൊരു ഫിഷ് മാർക്കറ്റ് ആണെന്ന് കണ്ടാൽ പറയത്തില്ല, അത്രയ്ക്കും ഒരു ഫിനിഷിംഗ് ആണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്താ പറയുക, എന്തൊരു ഫ്രഷാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഫ്രഷാണ്. എല്ലാത്തിനും ചെകിളയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ റെഡ് കളർ നല്ല എപ്പോൾ പിടിച്ച പോലെ ഫ്രഷാണ്. ലോകത്തിൽ ഏറ്റവും പറയുന്ന നമ്പർ 1 ക്വാളിറ്റിയുള്ള ഫിഷും അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത എല്ലാ ഫിഷുകളും അങ്ങനെ ഏറ്റവും നല്ലതാണ്. ഒരു ഞണ്ടിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാലും കൈയൊന്നും ഓടിനൊന്നും അല്ല, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കെമിക്കലും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ. അത് മാത്രമേ വിൽക്കാനും പാടുള്ളൂ. അപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വലിയ കമ്പാരിറ്റീവ്ലി വളരെയധികം റേറ്റും കുറവാണ്.
നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കുകയും ചെയ്യാം. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചും എനിക്ക് തോന്നുന്നു റേറ്റും കുറവാണ്. അതുപോലെ തന്നെ വൃത്തി, എൻ്റെ ദൈവമേ അസാധ്യമായ വൃത്തി. നമുക്കിവിടെ കിടന്ന് ഉറങ്ങുക വേണമെങ്കിൽ ചെയ്യാം. അത്ര ഒരു ബാഡ് സ്മെല്ലും ഇല്ല. ഇത്രയും ഫിഷുകളുടെയൊക്കെ ഇടയ്ക്കിലാണ് നമുക്കുണ്ടെന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മീറ്റൊക്കെ വാങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അത് ലുലു വരുന്നുണ്ട് ഇവിടെ. അപ്പം എത്ര ഫ്രഷാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫിഷിനെ കണ്ടാൽ അറിയാം, അത്ര ഫ്രഷാണ് മീനുകളെല്ലാം. അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. തിണ്ട എന്ന് പറയുന്ന സാധനമാണോ? ഈ ടോക്കനകത്ത് നമ്പർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്ക്രീൻ കണ്ടോ, ആ സ്ക്രീനില് നമ്മളുടെ നമ്പർ കാണിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കത് വാങ്ങാവുന്നതാണ്. നമ്മളിപ്പോ എന്തൊക്കെ മീനാണ് വാങ്ങിച്ചേ? നമ്മള് അമൂർ വാങ്ങി, ചൂര വാങ്ങി, പിന്നെ നന്ദനം മേടിച്ചു, പിന്നെ മാന്തൽ. നത്തല് വരെ നന്ദനം, പക്ഷെ മാന്തൽ വരെ വലിയ മീൻ. അങ്ങനെ 3-4 ടൈം വാങ്ങിച്ചു. F1224. അപ്പൊ നമ്മൾ നമ്പർ സ്ക്രീനിൽ കാണിക്കാൻ നമുക്ക് ചെന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ, വളരെ ക്ലീനാണ്, പറയാൻ പറ്റില്ല അത്ര അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും സ്ക്രീൻ വെച്ചിട്ടുണ്ട്, 3-4 സ്ഥലത്ത് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വുമൺസിന്റെ വെയിറ്റിംഗ് ഏരിയ ആണ്. അവിടെ സ്ക്രീൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലൊക്കെ പോലെ എയർപോർട്ടിലൊക്കെ ഇരിക്കാൻ നേരത്ത് നമ്മള് എന്താ പറയാ, ടിക്കറ്റ് ഇമിഗ്രേഷൻ ക്ലിയറൻസിലൊക്കെ വന്നിരിക്കുന്നവരാണ് ഒരു മീൻ മേടിച്ചിട്ട് നമ്മൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ആക്ച്വലി അത് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. നമ്മുടെ നാട്ടുകാരൊക്കെ ശരിക്കും ഇത് കണ്ടിട്ട് ഒരു ഇൻസ്പയർ ആവുന്നതാണ്. ഇത്രയും വൃത്തിയുള്ള ഒരു ഭക്ഷണം നമുക്ക് തന്നെ വന്ന് ഒരു മീനാണെങ്കിൽ അത് കഴിക്കാനെങ്കിലും തോന്നും കാണുന്നത്. അത്രയും ക്ലീനാണ്, നീറ്റാണ്, ഭയങ്കര പ്രൊഫഷണൽ രീതിയിലുള്ള ഡീലിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും അതുപോലെ ക്ലീനിങ് ആണെങ്കിലും ഭയങ്കര വൃത്തിയാണ്. ഗ്ലൗസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചുള്ള ക്ലീനിങ് ഒക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത ഒന്നും പറയാനില്ല.
ഇഷ്ടമാതിരി കഴിക്കും സാധനം. ഒരു മീനാണ്. ഇത് എന്ത് മീനാണ്? ഇത് വേളാപ്പാര എന്ന് പറയും. പിന്നെ ടൂണ പിന്നെ ഇത് ടൂണ, പിന്നെ അത് വേളാപ്പാര, ഇത് നമ്മുടെ കൂരി എന്ന് പറയുന്നത്. പിന്നെ വലിയ ഫിഷ് ആണല്ലേ? അതൊക്കെ വലിയ ഫിഷാണ്. ഇത് നമ്മൾ മേടിച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അവിടെ തന്നെ ഉണക്കും. ഇവിടെ തന്നെ. അത് നമുക്ക് പുറത്തുനിന്ന് വരുന്നത്. പുറത്തുനിന്ന് വരുന്നത് ഈ ചെമ്മീനൊക്കെ പുറത്തുനിന്ന് വരും. സാധനമൊക്കെ പുറത്തുനിന്ന് വരും. പിന്നെ നത്തോലി ഇത് ഇപ്പൊ ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് കഴിക്കാം. നല്ല കാശുള്ള മീനൊക്കെ. നമ്മളെ നോക്കുന്നതാണ്. പുറത്തുനിന്ന് വരുന്നൊന്നല്ല. അറബികളിങ്ങനെ പച്ചക്ക് ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് കഴിക്കും. ഫ്രൈ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിങ്ങനെ അടുപ്പിക്കുകയും ചെയ്യാം. കഴിക്കുകയും ചെയ്യാം. ഇതിനെങ്ങനെ 10 രൂപ ഒരെണ്ണത്തിന് 10 രൂപ. എന്താണെന്ന് വെച്ചാല് അറബികള് ഭയങ്കര ചൂടത് കഴിക്കുന്നത്. ശരീരം ഭയങ്കര ചൂടാണ്. കൊണ്ടില് ചെമ്മീന് ഞങ്ങൾക്ക് ചൂടല്ല. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് നമ്മുടെ നാട്ടിൽ മുള്ളൻ നല്ല വറുത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും വറുത്തിട്ട് മുള്ളൻ ഉണക്ക മുള്ളൻ എന്ന് പറയും അല്ലേ? വറുത്ത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. കെമിക്കൽ നമ്മുടെ ഈ ചിലപ്പോൾ നാട്ടിലൊക്കെ ഇച്ചിരി വൃത്തി ഇല്ലാതെ ഉണ്ടാക്കില്ല. അതുപോലെ ഒന്നുമല്ല ഇവിടെ നല്ല എപ്പോഴും ചെക്കിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമെങ്കിൽ അപ്പുറത്തും ദിവസം ഇവിടെ എപ്പോഴും ഇതിന്റെ മുനിസിപ്പാലിറ്റി ചെക്കിംഗ് ഒക്കെ ഭയങ്കര ചെക്കിങ് അല്ലേ? 1.5 കിലോ 10 രൂപ. 4 കിലോ എടുത്താ കാക്കുള്ളൂ. എന്നാ തൃശ്ശൂർ ഇടപെട്ടവർ ഉണക്കമിന്റെ സെക്ഷനിൽ എന്റെ ഓക്കെ. ഇത്രയും നല്ല ആക്സസറീസും കാര്യങ്ങളൊക്കെ രക്ഷയില്ലാത്തൊരു കണ്ട ഫിഷിന്റെ മോഡൽ ഈ ലൈറ്റ് ഉണ്ടാക്കി അത് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. കടലിൽ മീനിങ് നടക്കാൻ കണ്ടിട്ടില്ലേ? ചില്ലറുണ്ടോ പൈസ ഉണ്ടോ? ഞാൻ തരാമായിരിക്കും. ഇതിനകത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിലും ബോറടിക്കൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ആനയും കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടില്ല, ആനിമൽസിൻ്റെ ഒക്കെ ഉള്ള പോലത്തെ സ്കൂട്ടി ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ 10 ദീർഘം കൊടുത്താൽ മതി. കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് പോലത്തെ അകത്തും ഉണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ അകത്തോട്ട് കയറിപ്പോയില്ല, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അതും ഉണ്ട്.
അപ്പോൾ കുട്ടികളെ കൊണ്ട് വരുന്ന ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഫിഷ് വാങ്ങാൻ പോവുകയും ചെയ്യാം, ഒരാൾക്ക് ഇതുപോലെ തന്നെ കുട്ടികളിലൂടെ കളിപ്പിക്കാം, അതേ നേരത്ത് നമുക്ക് ഫിഷ് വാങ്ങുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പെറ്റ്സ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു താൽക്കാലികമായിട്ടാണ്, എല്ലാ ദിവസവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അത് ട്രാവലിംഗ് ടൈപ്പാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്നപ്പോൾ പെറ്റ്സ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ അവിടെയും പോയി. അവിടെ ഇതുപോലെ തന്നെ ഒരാൾക്ക് 10 ദിർഹം വെച്ചിട്ടാണ് റേറ്റ്. അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആനിമൽസും ഉണ്ട്. മീൻസ് ഒരുപാടൊന്നും അല്ല, എന്നാലും പക്ഷെ എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ എന്താ പറയുക, പക്ഷിയുണ്ട്, അതുപോലെ കോഴി, താറാവ്, ആട്, മാനുകൾ, മുയലുകൾ, പല വെറൈറ്റി. നമുക്ക് വാങ്ങിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാടുണ്ട്. നമുക്ക് പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർ, അതായത് ആനിമൽസിന് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വെറൈറ്റി ഉള്ള തത്തമ്മകളുണ്ട്, പിന്നെ അങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്, പൂച്ചകൾ, ഡോഗ്സ് ഉണ്ട്. നല്ല രസമാണ്. കുറേ സമയമായിട്ട് സ്പെൻഡ് ചെയ്തു. കുഞ്ഞുങ്ങളെ പിന്നെ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാം. ആട്ടിൻകുഞ്ഞുങ്ങളുണ്ട്, ആട്ടിൻകുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം, ഫുഡ് കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 4 പേരും ആനിമൽസിനെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ബോറടിച്ചില്ല, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. എന്താ പറയുക, മാൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി. നമ്മൾ ഇപ്രാവശ്യം സൂവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര അടുത്ത് നമ്മൾ കേജിന് പുറത്ത് വെച്ചില്ല നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് വെച്ചാൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇതും. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കാണുമായിരിക്കും, പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും പോകണം. നമ്മൾ മീനുകളെന്ന് വെച്ചാൽ കുറച്ച് വില പേശുവാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും. അല്ലാണ്ട് നമ്മൾ അവർ പറയുന്ന റേറ്റ് തന്നെയല്ല. നമ്മളിങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിക്കണമെങ്കിൽ റേറ്റിലൊക്കെ ഫിഷ് കുറച്ച് കിട്ടും. അതുപോലെ തന്നെ ഫ്രൂട്ട് സ്റ്റോളിൽ ഫ്രൂട്ട്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാ സൗകര്യമുണ്ട്. എൻ്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നമുക്കിരിക്കാനുള്ള, ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് രാത്രി ആയതുകൊണ്ട് ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. അപ്പോൾ വരുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ബാക്കിലാണെന്നുണ്ടെങ്കിലും കാണാനും നടക്കാനും ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, ഫുഡ് കഴിക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും പോകാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് ലാവിഷായിട്ട് ഫിഷ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അസ്കിക്കുട്ട സൈബീരിയൻ ക്രോക്കഡൈൽ ഞാൻ കണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ സൽക്കാര ഇവിടെയുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയണ്ടാവും. സൽക്കാര നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളൊരു ചായ കുടിച്ചു. നല്ല അടിപൊളി നമ്മുടെ നാടൻ ചായ കിട്ടുമല്ലോ. അപ്പോൾ ചായ കുടിച്ചു. കുറച്ച് രാത്രി ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് നമ്മൾ കഴിക്കാനുള്ള ടൈം ഉണ്ടായില്ല, വീക്കെൻഡ് അല്ലേ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെയാണ് ഇവിടുത്തെ. എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചായ സൂപ്പർ ചായയും കൂടെയാണ് കഴിച്ചിട്ട് ആണ് നമ്മൾ പോയത്. അപ്പോൾ എല്ലാവരും വരാത്ത ആൾക്കാരൊക്കെ എന്തായാലും ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി കണ്ടിട്ട് തീർച്ചയായിട്ടും കമൻസിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.